വിനീഷ്യസ് ജൂനിയർ ലയണൽ മെസ്സിനെക്കാട്ടിലും മികച്ചവന്. സംഭവം ഇത് കേൾക്കുമ്പോൾ ഒരു കോമഡിയൊക്കെ ഫീൽ ചെയ്യുമെങ്കിലും ഇതിപ്പോൾ എന്താണ് അതിന് കാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞേക്കാണ് എഡു അഗ്വേറോ എന്നുള്ള മാധ്യമ പ്രവർത്തകന്. അദ്ദേഹം പറഞ്ഞേക്കണത് എങ്ങനെയാണ്, വിനീഷ്യസ് ജൂനിയർ മെസ്സിനെക്കാട്ടിലും മികച്ചവനാണ്, അല്ലാന്നുണ്ടെങ്കിൽ മെസ്സിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു താരമാണ് വിനീഷ്യസ് ജൂനിയർ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്ന് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മെസ്സി ഓപ്പൺ സ്പേസിലൊക്കെ മുന്നേറാൻ മിടുക്കനാണ്, പക്ഷേ വിനീഷ്യസ് ജൂനിയർ അങ്ങനെയല്ല, ചെറിയ സ്പേസ് മതി അദ്ദേഹത്തിന് ഡ്രിബിൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം വിനീഷ്യസ് ജൂനിയറിനെ മെസ്സിയിൽ നിന്നും വ്യത്യസ്തനായി കണ്ടിരിക്കുന്നത്. അദ്ദേഹം ആ ഒരു കാര്യത്തിലാണ്. ഭയങ്കര വിനീഷ്യസ് ജൂനിയർ നല്ല സ്പീഡാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മെസ്സിയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വാർത്തകൾ കേൾക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവന കേൾക്കുമ്പോൾ ഒരു 99.9% ആളുകൾക്കും എന്താണ് ഇദ്ദേഹം ഈ പറയണത് എന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെ കരം. കാരണം മെസ്സി അവിടെ കിടക്കുന്നു, വിനീഷ്യസ് ജൂനിയർ അവിടെ കിടക്കുന്നു. ഏതായാലും പ്രാവശ്യത്തെ ബാലൺ ഡിയോറിൽ നമ്മളെ വിനീഷ്യസ് ജൂനിയർ മുൻപന്തിയിൽ തന്നെ ഉണ്ട്. പ്രാവശ്യം മിക്കവാറും 90% വിനീഷ്യസ് ജൂനിയറിന് തന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഫുട്ബോൾ ലോകം ഉള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പെർഫോമൻസൊക്കെ എടുത്ത് നോക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിർണായക മത്സരങ്ങളിൽ അദ്ദേഹം ഗ്രൗണ്ടിൽ കാണിക്കുന്ന തൻ്റേതായിട്ടുള്ള വ്യക്തിഗത പെർഫോമൻസൊക്കെ നോക്കുമ്പോൾ അദ്ദേഹം തന്നെ നേടും എന്നുള്ളതാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. തൊട്ട് പിറകെ ബെല്ലിംഗ്ഹാം പോലുള്ള താരങ്ങളൊക്കെ തൊട്ട് പിറകെ തന്നെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മത്സരത്തിൽ. ഏതായാലും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ ഒരു മാധ്യമപ്രവർത്തകൻ എഡു അഗ്വേറോ പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രസ്താവന ഇപ്പോൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വിനീഷ്യസ് ജൂനിയറും മെസ്സിനെയും ഒരേ രണ്ട് കയ്യിലും എടുത്തുങ്ങാണ്ട് അളന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ ഒരു അത്ഭുതമാണ് അല്ലേ.